മാസങ്ങൾക്ക് ശേഷം ദേവാസുര ഈസ് ബാക്ക്. അതെ, നമ്മളങ്ങനെ ഫൈനലി ദേവാസുരത്ത് വന്നിരിക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ ഫൈനലി ദേവാസുരം കളിക്കുന്ന. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറച്ച് തിരക്കായി പോയി. പിന്നെ നമ്മുടെ പുതിയ ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാരണം നമ്മൾ ദേവാസുരത്ത് കളിക്കാൻ മറന്നുപോയി. ആൻഡ് റിയൽ ലൈഫിലും ഞാൻ കളിച്ചില്ല. ഞാൻ ആക്ച്വലി വീടെടുത്തില്ലെങ്കിലും മാക്സിമം കളിക്കുന്നെങ്കിലായിരുന്നു. പക്ഷേ ഇവിടെ ചെകുത്താൻ കം ടു സ്പോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഇനി എന്നെ വീടെടുക്കാൻ സമ്മതിക്കില്ല. എന്നാലും പുള്ളിക്കാരൻ പറഞ്ഞില്ല ഗൈസ്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ. ഓ ഗൈസ്, പുള്ളിക്കാരൻ നല്ല സ്റ്റാക്കഡ് പ്ലെയർ ആണല്ലോ. കുറച്ച് എൻജാനിങ് ബുക്സ് ഒക്കെ പുള്ളി തരുന്നുണ്ട്, നമുക്ക് നോക്കാം. അൺബ്രേക്കിംഗ് 3 ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം അൺബ്രേക്കിംഗ് 3 ആലോ. പുള്ളിക്കാരൻ തന്നല്ലേ ഗൈസ്, അതുകൊണ്ട് നമുക്ക് താങ്ക്സ് പറയാം. നൈസ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോവാം. കാശ് പോവും. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ SVയുടെ വീട്ടിൽ പോയായിരുന്നു. ഇത് അവസാനം കളിച്ചിട്ട് മാസങ്ങളായി. വീടെടുത്തതിന് ശേഷം SVയുടെ വീട്ടിൽ പോയി അവിടെ ഒരു ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് SVയുടെ ബേസ് നമുക്ക് ഇന്ന് കാണിക്കലാണ് ഗൈസ്. ഇന്നത്തെ പരിപാടി നമ്മൾ പോസ്റ്റ് ഇട്ടായിരുന്നു, ദേവാസുരം വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. ആ സ്ഥലം SVയുടെ വീട്ടിലാണ്. ആൻഡ് SV മൊട്ടയടിച്ചു ഗൈസ്. എനിക്ക് പറയട്ടത്, SV മൊട്ടയടിച്ചു. പക്ഷേ അത് SVനെ അറിയുന്നവർക്കായിരിക്കും ഗൈസ് അറിയുന്നത്. SV മൊട്ടയടിച്ചു ഗൈസ് ഫൈനലി. കെമിക്സ് പോലെ ആക്കാൻ നോക്കലാണ് ഗൈസ്. കാരണം കെമിക്സിനകത്ത് അങ്ങനെയാണല്ലോ, ആ ഒരു വൈബ് പിടിക്കാനാണ് ഗൈസ് ഇവർ. അതായത് നമുക്ക് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് SV മാത്രമല്ല ഗൈസ്, SVയുടെ എല്ലാവരുടെയും ബേസാണ് കാണിച്ചത്. നമ്മുടെ SVയുടെ മറ്റേ അവൻ്റെ അയൽക്കാരുടെ വീഡിയോ കൂടിയാണ് ഗൈസ് കാണിച്ചു തരാൻ പോണത്. എനിക്കൊരു അയൽക്കാരില്ല ഗൈസ്, കാരണം ഞാൻ സോളോ ആണ്. ഈ ഐലൻഡിൽ പെട്ടുപോയ ഒരു പാവം ചെറുക്കൻ. ഇതെന്താ സംഭവം ചോദിക്കരുത്. ഇത് ഞാൻ ആക്ച്വലി ഒരു ഡിസാസ്റ്റർ അസംബ്ലി എൻ്റെ സെർവർ അതിലുണ്ടാക്കാൻ നോക്കിയുള്ളൊരു സംഭവം ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷേ ബ്ലോക്സ് തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇതെന്തായാലും പൊട്ടിച്ചളയാൻ പോവാണ്. ഇത് നമ്മളൊരു ചെറിയൊരു ഷീപ്പ് ഫാം ഉണ്ടാക്കാൻ നോക്കിയതാണ്. അതുപോലെ ഗൈസ് നമുക്കതൊക്കെ പിന്നീട് ചെയ്യാം. ഇനി എന്തായാലും ഞാൻ ദേവാസുരത്തിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു, അറിയത്തില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. SV നമുക്കിനി അവിടെ പോയിട്ടുണ്ട്. ആൻഡ് ബൈ ദ ബൈ SVക്ക് ഈ മൈൻക്രാഫ്റ്റിൽ ഒരു ആനയുണ്ട്, അതാണിത്. അതെ, ഞങ്ങളിതിനകത്ത് ഫുള്ള് ചില്ലിങ് ആയിരുന്നു. ഞങ്ങളിതിൻ്റെ മണ്ടേ കയറിയിട്ട് ഞാൻ SVയൊക്കെ. ആക്ച്വലി ദിസ് ഇസ് ആന ഈസ് ടു ഗുഡ്. കണ്ടില്ലേ ആ ഒരു എല്ല് വെച്ചിട്ട് കൊമ്പ്. പിന്നെ ഇത് അറിയാലോ ഗൈസ്, ആ കോളിൻ്റെ റെഫറൻസ് അറിയാമോ? അത് കോളിൻ്റെ റെഫറൻസാണത്. കഴിവേ SVയുടെ ഓരോ കഴിവേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചാൽ എന്താ ഫസ്റ്റത്തെ ബിൽഡ്. ഇത് ആക്ച്വലി ഈസ് ടു ഗുഡ്. എൻ്റെ ഫേവറേറ്റാണിത്. അതിനിടയ്ക്ക് സോളോ യൂസിനെ ഈ ഒരു ജയിലുണ്ട് ഗൈസ്, ആ ശിക്ഷ കൊടുക്കുന്ന ജയിൽ. അതിനകത്ത് പിടിച്ചിട്ടു സോളോ യൂസ് ചെയ്ത ഐറ്റംസ് എന്തോ മത്താൻ നോക്കിയതാണെന്ന് വന്നിട്ട് അവസാനം സോളോ യൂസിനെ പിടിച്ച് ജയിലിലിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയത്തില്ല ഗൈസ്. നിങ്ങൾ സോളോ യൂസിനോട് തന്നെ ചോദിച്ചു നോക്കുക. ഇനി എൻ്റെ ഫേവറേറ്റ് ബിൽഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈനിങ് ഏരിയ ആണ് ഗൈസ്. അത് എനിക്ക് കാണിച്ചത് ഇവിടെ എങ്ങാണ്ടായിട്ടായിരുന്നു. ഇതെന്താ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് വന്നു. ഇതൊക്കെ പുതിയതാണെന്ന് തോന്നണേ. ഇതൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. ഇതാണ് ഗൈസ്, വല്ലപ്പോഴൊക്കെ ദേവാസുരത്ത് കയറണം. ഇനിയെങ്കിലും ഞാൻ മാക്സിമം കയറാൻ നോക്കാം. ഒരു മൈനിങ് അതാണോ? അതല്ല, ഇത് തന്നെ. ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഞാൻ കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഒരു ബിൽഡ് കണ്ടോ. ഇത് മൈനിങ് ഏരിയ ഇല്ല കേട്ടോ. ഇത് ഇതെല്ലാം മറന്നുപോയി. എൻ്റെ മനസ്സിൽ ആ സ്റ്റെപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് മൈനിങ് ഏരിയ എന്ന് വെച്ചത് മറ്റേ ട്രേഡിങ് ആണ്. പബ്ലിക് ട്രേഡിങ് ആണല്ല, ആണോ പബ്ലിക് ട്രേഡിങ് ആണേ. നിങ്ങൾക്കിനി ആർക്കും ദേവസ്വം കളിക്കുന്ന പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് SVയോടോ അല്ലെങ്കിൽ ഇത് ബിൽഡ് ചെയ്ത അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ട്രേഡ് ചെയ്യാവുന്നതാണ്. സോ നല്ലതാണെന്ന് തോന്നുന്നു. എല്ലാം അത്യാവശ്യം നല്ല ട്രേഡൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഉടൻ തന്നെ. ഇപ്പോൾ മാക്സിമം സെർവറിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അടുത്ത് പറയണം. പിന്നെ ഇത് വൈറ്റ് ലിസ്റ്റഡ് സെർവറാണ്. സോ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സാവണം. നിങ്ങൾക്ക് കുഴപ്പമില്ല കേസ്. നിങ്ങൾ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. ഡിസ്കോഡിൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാകും. സോ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വൈറ്റ് ലിസ്റ്റ് സെറ്റാക്കുക. നമ്മുടെ സെർവറിൻ്റെ ഓർഡർ ബ്രോ സ്നൈപ്പർ പുള്ളിക്കാരോട് ചോദിച്ചാൽ മതി. പുള്ളിക്കാരുടെ സീനാണ്. സോ
ഇതൊക്കെയാണ് ഗൈസ് എസ് വിയുടെ അയൽക്കാരുടെ ബേസുകൾ. ഒരുപാട് നല്ല ഫാർമൊക്കെ ഉണ്ട്. ഇനിയും ആൾക്കാർ ഇവിടെ വരും. ഇതെന്തിനാട്ട് ഇത് പിന്നെ അറിയാലോ, കണ്ടപ്പന്നെ മനസ്സിലാവും ഗൈസ്. അയൺ ഫാം ഇറ്റ്സ് വർക്കിംഗ്. അറിയത്തില്ല ഗൈസ്, ചിലപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുമായിരിക്കും, അറിയത്തില്ല. എന്തായാലും എനിക്ക് എസ് വിയുടെ ഈ ഒരു ബേസ് ഭയങ്കര ഇഷ്ടമാണ്. എസ് വിയുടെ മാത്രമല്ല, എസ് വിയുടെ കൂടെ ഉള്ളവരെല്ലാവരുടെയും. ഇത് ബേസ് അല്ലല്ലേ, ഇത് മറ്റേ ഇത് എന്താ സംഭവം, ഇതിലിപ്പോൾ എന്താ പറയുക, വെള്ളം ചാടി വരുന്ന സംഭവം, അത് നേരെ കണക്റ്റ് ആവുന്നത് ഓഷ്യനിൽ. നൈസ്. എന്ത് പറയാനാണോ, ഇവർ കംപ്ലീറ്റ്ലി സെറ്റപ്പാണ് ഗൈസ്. നമുക്കും ഇങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യണം. ആൻഡ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും ഗൈസ്. അതാണ് ഇവർ ഒരുമിച്ച് ടീം വർക്കായിട്ട് ചെയ്യുമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും. അതാണ് ഗൈസ് നമ്മുടെ പവർ. അതിനാദ്യം ചെയ്യേണ്ടത്, ഇവർ ഫുൾ ടൈം സർവറിൽ ഗ്രൈൻഡിങ് ആണ്, ഞാൻ ഫുൾ ടൈം സർവറിൽ കയറാം. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻറ്റ്. സോ മാക്സിമം എനിക്ക് ഞാൻ ബേസ് പോലും വെച്ചിട്ടില്ല, ഞാൻ ഒന്നും പണിഞ്ഞിട്ടില്ല. അതറിയോ, ഒന്നും പണിഞ്ഞിട്ടില്ല, ചുമ്മാ ചില്ല് ചെയ്യൽ, ഇത് മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ മൈനിങ് ഏരിയെങ്കിലും ഞാൻ അവരെ പോലെ ബ്ലോക്സ് വെച്ച് സെറ്റാക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ബേസ് വെക്കാനുള്ള സംഭവങ്ങൾ ഇത് തന്നെ, ഇതാണ് ഈ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലങ്ങൾ. സംഭവം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. ആക്ച്വലി ഞാനിനി ഇങ്ങനെ ബിൽഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഈ കൊട്ടാരം പോലെ പണിയാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ വുഡ് ഒത്തിരി മൈൻ ചെയ്തില്ല. പകരം ഞാൻ ഇങ്ങനത്തെ ഡീപ്പ് സ്ലേറ്റും ടഫ് ബ്ലോക്കൊക്കെ ആണ് മൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടി തടി മൈൻ ചെയ്യണമോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. എനിക്കെന്തായാലും അതിനകത്ത് അത്യാവശ്യം നല്ലൊരു ബേസ് തന്നെ ഉണ്ടാക്കണം. കാരണം അറിയാലോ ഗൈസ്, ദേവാസുരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സർവറിലൊന്നാണ്. സോ അതിൽ നമ്മൾ തട്ടിക്കൂട്ടി ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. സോ അതിനനുസരിച്ചായിട്ടില്ല. ഞാൻ 5 ഡയമണ്ട് പിക്കാക്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് വെറുതെ അത് പിക്കാക്സ് കളയേണ്ടതാണ്, വല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം. ഇതൊക്കെ ചുമ്മാ ടെമ്പററി ആയിട്ടുള്ള ബ്ലോക്ക് കൂട്ടിക്കലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിൽ പോയിട്ട് SV വേണം എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ മുതൽ SV-നെയും കൂട്ടുന്നതായിരിക്കും. SV-യുടെ ആൻഡ് ഇനി SV-ക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ SV കംപ്ലീറ്റ്ലി വൈബ് കൈ. അതായത് പുള്ളിക്കാരൻ ഭയങ്കര വൈബാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കൊക്കെ അവനെ ഇഷ്ടപ്പെടാൻ കാരണം. ഇത് കാണുന്ന SV ഏതാ. ഇനിയെങ്കിലും എനിക്ക് ദേവാസുരത്തൊന്ന് കോൺസെൻട്രേഷനായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ അവരുടെ വൈറ്റ് ലിസ്റ്റിൽ എടുത്ത് കളയും. ഇങ്ങനെ ആക്റ്റീവ് ഇല്ലാത്ത പ്ലെയേഴ്സിനൊക്കെ വെച്ചിട്ട് എന്ത് കാണിക്കാൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്നത്തെ വീഡിയോക്ക് ഒരു ഗോൾ, ഇന്നത്തെ വീഡിയോ വെച്ച് ദേവാസുരം കംബാക്ക് വീഡിയോ ആണ്. സോ ദേവാസുരം ഒന്ന് പരിചയപ്പെടുത്തുക, പുതിയ അപ്ഡേറ്റുകൾ അതൊക്കെയാണ്. സോ അപ്ഡേറ്റിൽ മറ്റൊരു കാര്യം നമ്മൾ ചെയ്തു, SV-യുടെ ബേസ് റിവീൽ. ആൻഡ് ഇനി അടുത്തതാണ് സ്പോൺ പോയിന്റിൽ മറ്റേ മുട്ടായിത്തെരുവ് എന്നൊരു സംഭവമുണ്ട്, അതൊന്ന് പോയി കാണുക. അതാണെങ്കിൽ പരിപാടി. സോ അതൊന്ന് പോയി കാണണം. സ്പോൺ പോയിൻ്റൊക്കെ എന്തൊക്കെ ഒരുപാട് സംഭവമായിട്ട് മാറി. എനിക്കതൊക്കെ ഒന്ന് കാണണം ഗൈസ്. പണ്ടായ ഞാൻ എന്താണ് ഈ കാണിക്കുന്നത്. ഗൈസ് നമുക്ക് നേരെ സ്പോൺ പോയിന്റിൽ പോകാം. ലെറ്റ്സ് ഗോ. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ടു 3K. ആൻഡ് ഗൈസ് നമ്മൾ ഫൈനലൊരു കാര്യം പറയാനാണ് ഗൈസ്, നമ്മൾ 2.4K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണം നമ്മൾ ഫൈനലി മറ്റൊരു സംഭവം കൂടി അച്ചീവ് ചെയ്തിരിക്കുകയാണ്. 2.4K. സോ താങ്ക് യു. ഇതെന്താ ഇതുവരെ ജിക്കിടു നമ്മുടെ ചിഹ്നം. ഇത് മറ്റേ ഇലക്ഷനല്ലേ? ഗൈസ് ഇത് ഇലക്ഷനാണ് ഗൈസ്. അപ്പോൾ പറയാൻ പറഞ്ഞത് ഗൈസ്, നമ്മളെ ദേവാസുരത്തെ ഇലക്ഷനാണ്. നിങ്ങൾക്കും വോട്ട് ചെയ്യാം. നല്ല നല്ല സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരെ വോട്ട് ചെയ്ത് അവരെ പ്രഖ്യാപിക്കാം. അതിന് നമ്മുടെ കൂട്ടുകാരൻ ജിക്കുടു മത്സരിക്കുന്നുണ്ട്. അവൻ്റെ ചിഹ്നം എന്ന് പറയുവാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഗൈസ്. അതാണ് ജിക്കുടു ഈസ് കിടിലാണ് ഗൈസ്. ഇലക്ഷൻ മെയ് 27. ഞാൻ ഒരുപാട് താമസിച്ചു ഗൈസ് ലിറ്ററലി. പക്ഷെ ഞാൻ വോട്ട് ചെയ്തു ഗൈസ്. ഞാൻ വോട്ട് ചെയ്തത് ഒരിക്കലും ഞാൻ ജിക്കുടുക്ക് വോട്ട് ചെയ്യില്ല ഗൈസ്. ജിക്കുടു പറഞ്ഞു എന്നോട്, ജിക്കുടു ഒരു സൈഡ് വോട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു പോടായത് നിന്നെ എനിക്കറിയാം, നീ ഒരു വികസനം നടത്തൂല, നീ പണ്ട കൂടായിപ്പാന്ന് പറഞ്ഞ് ഞാൻ അവനെ വോട്ട് ചെയ്തില്ല ഗൈസ്. മേക്ക് എ ഷുവർ ടു പ്രാക്ടീസ് ആൻഡ് സപ്പോർട്ട് യുവർ കാൻഡിഡേറ്റ്. ഇതെന്ന് പറയുകയാണെങ്കിൽ അറിയത്തില്ല, എവിടെ കണ്ട് പറഞ്ഞ പോലെ ഉണ്ട്.
ഷാ ആ സോറി ബ്രോ, സോറി ഷാസാണെങ്കിൽ നമ്മുടെ ചിഹ്നം ടോട്ടം. പിന്നെ ഷാസിൻ്റെ സ്കിൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്, അതുകൊണ്ടാണ്. അടുത്ത പറയാം ഡെഡ് പൂളിൻ്റെ സ്കിന്നിലായി വരുന്ന നറ്റ് ലാറ്റ്, നമ്മുടെ ചിഹ്നം മെയ്സ്, അത് നല്ലായിരുന്നു. സോറി അത് ഇവൻ്റെ. അടുത്ത ഡെഡ് പൂളിൻ്റെ ആയിട്ട് ഐ ആം VD ബ്രൂക്സ്, നമ്മുടെ ചിഹ്നം ഗോൾഡ്. ഇനി ഇതിൽ ആര് ജയിച്ചോ എന്തോ അതൊക്കെ ഒന്ന് ചോദിക്കണം ഗൈസ്. ആക്ച്വലി എനിക്ക് അറിയത്തില്ല, എനിക്ക് ഒന്നും അറിയത്തില്ല ഈ സർവറിൽ എന്തൊക്കെയായെന്ന്. ഇതല്ലേ മുട്ടായിത്തെരുവ്? അതെ ഗൈസ്, ഇതാണ് മുട്ടായിത്തെരുവ്. അപ്പോൾ മുട്ടായിത്തെരുവിലൊക്കെ ഞാൻ വന്നിട്ട് ഒരുപാട് നാളായി. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം മുട്ടായിത്തെരുവിൽ എന്തൊക്കെ അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത്. ഓ നൈസ്, ഇതെന്താ സംഭവം? ഇത് മറ്റേ ഇത് ഇവിടുന്നല്ലേ ഗൈസ് നമ്മൾ മറ്റേ സിൽ ടച്ച് മേടിച്ചത്. ലൂട്ടിങ് ഫോർച്യൂൺ എനിക്കൊന്ന് വേണമായിരുന്നു. എൻ്റെ പിക്കാക്സിൽ ഫോർച്യൂൺ ഉണ്ടോ? ഉണ്ട്, ഫോർച്യൂൺ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഫോർച്യൂൺ മേടിക്കുന്നില്ല. സ്വിപ്പിംഗ് എഡ്ജ് വേണ്ട. ഷാർപ്പ്നെസ് 5 ഇപ്പം നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സംഭവം സെയിലിലുണ്ട്. നമ്മുടെ കയ്യിൽ ഷാർപ്പ്നെസ് ഡയമണ്ട് സോളിലുണ്ട്, പക്ഷേ ആക്സിലില്ല. സോ 2 ഡയമണ്ടേ ഉള്ളൂ. ഞാൻ ഡയമണ്ട് എടുക്കാൻ മറന്നു. ഞാൻ എന്നാൽ പിന്നെ ബേസിൽ പോയിട്ട് ഡയമണ്ട് എടുത്തിട്ട് ഇത് മേടിക്കാം. അല്ലെങ്കിൽ ആണ് ഗൈസ്, ഇത് ഞാൻ പിന്നെ മേടിച്ചോളാം. നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുമല്ലേ ഗൈസ്? വീഡിയോ എടുക്കുക, അതുകൊണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചോളാം. ഇപ്പോൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കിപ്പോൾ കണ്ടിന്യൂ. നല്ല ഇത് ദേവസ്വരം കളിക്കുന്ന പ്ലേയേഴ്സാണെങ്കിൽ ഇത് നല്ല സംഭവമായിട്ട് ഗൈസ്. നിങ്ങൾക്ക് 2 ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ആക്ച്വലി ദിസ് ബെറ്റർ. 2 ഡയമണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് നല്ലൊരു ഡീല് പറയുവാണെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല ഗൈസ്, ഈ ഫോർച്യൂൺ മേടിക്കുക. 2 ഡയമണ്ടും കൊണ്ട് ബിസിനസ് ഐഡിയ ആണ്. എന്നിട്ട് ഈ ഫോർച്യൂൺ നിങ്ങളൊരു പിക്കാക്സിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ആ പിക്കാക്സും കൊണ്ട് ഡയമണ്ട് മൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 1 ഡയമണ്ട് അതിൻ്റെ ഇരട്ടി കിട്ടും. അങ്ങനെ ആ ഇരട്ടി നിങ്ങളുടെ കൂട്ടുകാരൻ്റെ കടം തീർക്കുക 2 ഡയമണ്ടിനെ. അപ്പോൾ നിങ്ങൾക്ക് മിച്ചം ഡയമണ്ട് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കട ഫുള്ള് മേടിക്കുക. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. നൈസാണത്. ഇങ്ങനത്തെ ബിസിനസ് ഐഡിയാസിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലെതർ പോർക്കിനൊക്കെ എത്രയാ? 1 ഡയമണ്ട്. പക്ഷെ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സോ നമുക്ക് മേടിക്കാൻ പറ്റില്ല. ലെതർ എനിക്ക് മേടിക്കില്ലായിരുന്നു. എനിക്ക് മറ്റേ എൻചാൻറ്റിങ് സ്റ്റേഷന് മറ്റേ അങ്ങനത്തെ ഒരു ബുക്കില്ലേ, ആ ബുക്കിൽ കുറച്ച് ബുക്ക് ഉണ്ടാക്കണമായിരുന്നു. അതിനാണ് മിനി അയങ്കോളം ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ അയണായിരിക്കും. അതെ അയണ. അയണൊക്കെ എത്ര? അയണും സ്റ്റോക്ക് ഗൈസ്. അയണൊക്കെ ഒരുപാട് പേര് മേടിക്കും. അതുകൊണ്ടാണ് അയണൊക്കെ അത് മേടിക്കാൻ പറ്റില്ല. സില്ല് ചെയ്തിട്ടില്ല. സോ ഇനി അടുത്തത് പറയുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇനി ഇത് ഞാൻ പിന്നെയും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് ദേവാസുരത്തിൻ്റെ സിറ്റി കാണിച്ചു തരാം. നോക്കട്ടെ, വായിച്ചു നോക്കട്ടെ. ടൗൺ ഐലൻഡ്, അത് തന്നെ. സിറ്റി ടൗൺ അല്ല, ടൗൺ ഐലൻഡ്. അതല്ല. അപ്പോൾ ഗൈസ് അതാണ് ടൗൺ ഐലൻഡ്. ഇവിടെയാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ്. ആൻഡ് ഒരുപാട് ഈ പ്ലെയേഴ്സ്, അതായത് ദേവാസുരത്തിലുള്ള പ്ലെയേഴ്സൊക്കെ സഹായിക്കും ഇങ്ങനെ നല്ല നല്ല ബിൽഡ് ചെയ്യാൻ. ഞാൻ മാത്രം സഹായിക്കില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മടിയനാണ് ഗൈസ്. ബാക്കിയുള്ള എല്ലാ പ്ലെയേഴ്സും SV എല്ലാവരും സഹായിക്കും അവർക്ക് ബിൽഡ് ചെയ്യാനൊക്കെ. സ്റ്റോൺ വേണമെങ്കിൽ അത് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാൻ. പക്ഷെ ഞാൻ ആ പടം കുറച്ച് ഡീസൈറ്റ് മൈൻഡ് ചെയ്ത് കൊടുക്കാനല്ലാണ്ട് ഒരു ഐറ്റമും കൊടുത്തില്ല ഗൈസ്. നമ്മൾ ടൗൺ ഐലൻഡ് എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ഉണ്ട് ഗൈസ്. ബാങ്ക് ആക്ച്വലി സെറ്റപ്പ് ആണ് ഗൈസ്. ഏതാ നാഷണൽ റിസർവ് ബാങ്ക് ഓഫ് ദേവാസുരം. ആ ഒരു പഞ്ച് തന്നെ നിങ്ങൾ കണ്ടില്ലേ? അതാണ് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റും. അത് ഇരിക്കുന്നത് എങ്ങനെയായിരുന്നു? സ്ലാഷ് എവിടെയെങ്കിലും നോക്കിയിട്ടിരിക്കണം. ഹലോ യിസ്, എൻ്റെ പേര് മോനൂസ്. എന്നെ അറിയാമോ? അല്ല, ഇത് ഇത് ഞാൻ എപ്പോഴത്തെയോ അത് ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാൻ പറ്റും. അത് നമ്മളെ എല്ലാവർക്കും അറിയാലോ. ഞാൻ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നു. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതാണ് ഈ പോലീസ് സ്റ്റേഷൻ. നമുക്ക് ലോക്കപ്പിൽ പ്ലെയേഴ്സിനെ കാണാൻ പറ്റില്ല, അവർ കയറണമല്ലോ. അതോ ഇനി സോളോ യൂസിയുടെ ഒക്കെ ജാമ്യത്തിൽ ആരെങ്കിലും വന്ന് എടുത്തോന്നും അറിയത്തില്ല. എന്നാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ആരൊക്കെയാണ് സെല്ലിൽ പോയേക്കണേന്ന്. നമുക്കത് ചുമ്മാ നോക്കാം. ഗേസ് ഇതാണ് ഗേസ് ജയില്. അതിഭീകരമായ കണ്ടില്ലേ കിടക്കുന്ന സംഭവം. 2 പേർക്ക് കിടക്കാൻ പറ്റും. അതിഭീകരമായ സംഭവമാണ്. റാങ്ക് ഓഫ് ക്രിമിനൽസ്.
5 റാങ്ക് ക്രിമിനൽസ്. അപ്പോൾ ഗൈസ് എല്ലാവരുടെ പേരൊക്കെ മാറ്റിയെന്ന് തോന്നുന്നു. ടോയ്ലറ്റ് നോക്കട്ടെ. ടോയ്ലറ്റൊക്കെ നല്ല ബിൽഡേഴ്സാണ് ഗൈസ് ഇതൊക്കെ പടച്ചുവിട്ടിരിക്കുന്നത്. കഴിവ് തന്നെ. എനിക്ക് തോന്നുന്നു സോളയോസിയൊക്കെ ജയിലിൽ വിട്ട് പോയിട്ട് ഒരുപാട് നാളായി കാണും. ബൈ ദ വൈ ഞാൻ ഇനി എന്തായാലും ദേവാസുരത്തിന് ആക്റ്റീവായിട്ട് കളിക്കാം. മാക്സിമം ചെസ്റ്റ് ഐറ്റംസും എടുക്കരുത്, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എപ്പോഴാണ് ബാങ്ക് കിട്ടണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ സംഭവമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നൈസാണ് ഈ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക്. ആൻഡ് ഇനി എന്തേലും ഉണ്ടോ? അയ്യോ ക്രീപ്പർ പൊട്ടരുത്, എനിക്ക് പണിയാൻ പറ്റൂല. പൊട്ടിരുത്. ഓ ഫായിക്കും ഓടാ. നോക്ക് ബാക്കെല്ലാം ഉണ്ട്, ഒരു സീനില്ല. പൊട്ടിക്കഴിഞ്ഞ ഐറ്റംസ് എനിക്ക് പിന്നെ തിരിച്ചു ചെയ്യാൻ പറ്റൂല. ഇത്രേ ഉള്ളൂ ഗൈസ് ടൗൺ ഐലൻഡ്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്, ഞാനത് സ്പോയിൽ ചെയ്യുന്നില്ല. വരട്ടെ ഗൈസ്, നല്ല ബിൽഡൊക്കെ കൊണ്ടുവരട്ടെ. പറ്റുമെങ്കിൽ ഞാനും സംഭാവന ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തെങ്കിലും ഒരുപാട് ഡീപ് ബ്ലോക്സ് ഒക്കെ ഉണ്ട് ആയിരിക്കുന്നു. ഗൈസ് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വീഡിയോ തീർന്നതിന് ശേഷം ഈ സംഭവം ഒന്ന് പൊളിക്കണം. പിന്നെ കുറച്ച് തടി വെട്ടി സാപ്ലിങ്സ് ഇട്ട് വയ്ക്കണം. പറഞ്ഞ് മൈൻഡ് ചെയ്യാനായിരുന്നു. ഒരു 1 2 3 4 സ്റ്റാക്കും 5 വുഡും. ഈ അപ്ഡേറ്റ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ മാത്രമാണ് ദേവാസുരത്തിൽ ഉള്ള. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഗൈസ് വീഡിയോ. സോ ഇനി നമ്മൾ പാർട്ട് 3 ഒക്കെ ആയിട്ട് വരും ഗൈസ്, ദേവാസുരം ആയിട്ട് കൊണ്ടുവരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും കൂടി ചെയ്തേക്ക്. ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ദേവാസുരത്തിലെ വീഡിയോസ് കാണണമെങ്കിൽ. ബൈ ടാറ്റാ, ഗുഡ് ബൈ. ശരി എന്നാൽ.